കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യവും അതുപോലെ തന്നെ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യവും ഏത് തന്നെയാണ്? മിഴാവ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കണ്ണൂർ, കൊല്ലം ജില്ലകളിലെ LDC പരീക്ഷയിലെ ചോദ്യങ്ങളൊന്ന് വിലയിരുത്താനാണ്. ഞാനാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. മലയാളം ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ LDC പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന് 10 ചോദ്യങ്ങളല്ല, കുറച്ചധികം ചോദ്യങ്ങൾ മലയാളത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ സെഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോ അതിൽ എത്ര എണ്ണം നിങ്ങൾ ശരിയാക്കി എന്ന കാര്യം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനി LDC പരീക്ഷ വരും ദിവസങ്ങളിൽ എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, ഈ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമായിരുന്നു എന്നുകൂടി കമന്റ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ വിശകലനത്തിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. അതിൽ 52ാമത്തെ ചോദ്യം ഇതായിരുന്നു: കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യമേത്? മൃദംഗം, തബല, വീണ, മിഴാവ്. എത്രയോ ക്ലാസ്സുകളിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. എക്സാം ഹാളിൽ കയറിയപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ് ശരിയായ ഉത്തരം? മിഴാവാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാര് അല്ലെ, ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഉറങ്ങിപ്പോയതും അല്ലെ, ചാക്യാര് പരിഹസിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും ചെറുപ്പം കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കഥയാണ്. അപ്പൊ കൂത്തിന്റെ പ്രധാന വാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് എന്തു പറയാം? മിഴാവാണ് ശരിയായ ഉത്തരം കേട്ടോ. ക്ലാസ്സിൽ നമ്മൾ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം മിഴാവ്. ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ് മറ്റു വാദ്യങ്ങൾ അല്ലെ. പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യവും അതുപോലെ തന്നെ കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യവും ഏത് തന്നെയാണ്? മിഴാവ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന മറ്റു വാദ്യങ്ങൾ. അപ്പൊ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് കൂത്തിൽ നിന്ന് ചോദ്യം വന്നതുകൊണ്ട് അടുത്ത തവണത്തെ പരീക്ഷയ്ക്ക് കൂടിയാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കൂടിയാട്ടത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മാണി മാധവ ചാക്യാര് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഞെരളത്ത് രാമപൊതുവാൾ അല്ലെ, സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ സമീപകാലത്തെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മാണി മാധവ ചാക്യാര് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം കൂടിയാട്ടമാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിന്റെ പേരാണ് എന്ത്? മാണി മാധവീയം എന്നത്. നാട്യകൽപദ്രുമം എന്ന കൃതിയുടെ കർത്താവ് കൂടിയാണ് മാണി മാധവ ചാക്യാര്. എന്താണ് നാട്യകൽപദ്രുമം? കൂടിയാട്ടത്തിന്റെ ലക്ഷണശാസ്ത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. രചിച്ചത് മാണി മാധവ ചാക്യാരാണ്. എന്താണ് കൂടിയാട്ടത്തിന്റെ പ്രാധാന്യം? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നൃത്തരൂപം കൂടിയാണ് ഏത്? കൂടിയാട്ടം. അങ്ങനെ ചില പ്രാധാന്യം കൂടി കൂടിയാട്ടത്തിനുണ്ട്. വരും പരീക്ഷകളിൽ ഇത് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. 53ാമത്തെ ചോദ്യം ഇതായിരുന്നു: 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര്? CV രാമൻപിള്ള, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, അപ്പു നെടുങ്ങാടി, K സരസ്വതി അമ്മ. ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു ചോദ്യമാണ്. ഈ നോവലിന്റെ 101ാം വർഷമാണ് അല്ലെ 2024. അതുകൊണ്ടായിരിക്കാം ഇതിൽ നിന്ന് ചോദ്യം വന്നത്. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് ശരിയായ ഉത്തരം. ഇതാ നോക്കിക്കേ, അപ്പൻ തമ്പുരാന്റെ ഭൂതരായർക്ക് 101 വയസ്സ് അല്ലെ. വലിയ ഫീച്ചറുകളൊക്കെ ഓൺലൈൻ മാസികകളിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മറക്കരുത്, ഭൂതരായർ എന്ന കൃതി രചിച്ചത് അപ്പൻ തമ്പുരാനാണ്. 101 വയസ്സിൽ എത്തി നിൽക്കുന്നു. കേരള ചരിത്രത്തെ പശ്ചാത്തലമാക്കി രചിച്ച നോവലാണ് ഭൂതരായർ. ചരിത്ര നോവൽ എന്നതിനേക്കാളും യോജിക്കുക കെട്ട് പഴങ്കഥ എന്നാണ്. പഴങ്കഥകളുടെ ഒരു കെട്ട്. ഇതൊരു ചരിത്ര നോവലാണ്, രാഷ്ട്രീയ നോവലാണ്, അതേസമയം സാമൂഹിക നോവലുമാണ്. ഈ നോവലിൽ നായകൻ രാഷ്ട്രീയമാണ്, നായിക ജനങ്ങളുടെ ശക്തിയും. തൃശൂരിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്ന മംഗളോദയം മാസികയിൽ 1908 അപ്പൻ തമ്പുരാൻ എഴുതിയ ചെറുകഥയായിട്ടാണ് ആദ്യം ഭൂതരായർ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അത് വിപുലീകരിച്ച് 1923
നോവലായി പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കേരളപ്പഴമ പശ്ചാത്തലമായ നോവലിലെ ഏറ്റവും രസകരമായ കാര്യം ആദിമ കേരളത്തിന്റെ വിശദാംശങ്ങളാണ്. ഗ്രാമങ്ങൾ, നദികൾ, കുന്നുകൾ, കൊള്ളക്കാർ അധിവസിക്കുന്ന കൊടും കാടുകൾ, പ്രാദേശിക കളരിപ്പടയാളികൾ, വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ഇടുങ്ങിയ റോഡുകളിലൂടെ പല്ലക്കിൽ പോകുന്ന രാജകുമാരന്മാർ തുടങ്ങി പുരാതന കേരളത്തിലെ മലയാളത്തനിമയുടെ പശ്ചാത്തലം വർണ്ണോജ്വലമായി ഈ നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നു. 1923 പ്രസിദ്ധീകരിച്ച നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത് മായം കലരാത്ത തനി മലയാളമാണ്. നടപ്പു രീതിയിൽ നിന്ന് വിപരീതമായി പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രത്തിന്റെ പേരാണ് നോവലിന് നൽകിയിരിക്കുന്നത് എന്ന സവിശേഷതയും ഭൂതരായർ എന്ന കൃതിക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമ നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ചലച്ചിത്ര രംഗത്ത് തിരക്കഥ അച്ചടിച്ച് രംഗങ്ങളെ വിഭജിച്ച് കഥാപാത്രങ്ങളുടെ സ്കെച്ച് വരച്ച് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് അപ്പൻ തമ്പുരാനാണ്. സിനിമയ്ക്ക് വേണ്ടി നോവലിനെ 142 രംഗങ്ങളായി വിഭജിച്ചിരുന്നു. മലയാളത്തിൽ ആദ്യം എഴുതപ്പെട്ട അച്ചടിക്കപ്പെട്ട തിരക്കഥ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഭൂതരായരാണ്. ഹിന്ദി ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന എസ് നെട്ടാണിയെയായിരുന്നു ഭൂതരായരുടെ സംവിധായകനായി നിശ്ചയിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ, അല്ലെ, ഓർക്കുന്നുണ്ടാകുമല്ലോ, മറന്നിട്ടുണ്ടാവില്ലല്ലോ, ബാലൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? നമ്മുടെ നെട്ടാണി തന്നെയാണ് ഭൂതരായരുടെ സംവിധായകനായി നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലം എന്ന് പറയട്ടെ, അത് സിനിമയാകുകയുണ്ടായില്ല എന്നുള്ളത്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് സിനിമയായില്ല. ഇങ്ങനെയൊക്കെ സിനിമയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഒരുപാട് ഭൂതരായർക്ക് വേണ്ടി നടന്നിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. അടുത്ത ചോദ്യം ഇതാണ്, 54-ാമത്തെ ചോദ്യം ഇതാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചാക്യാർകൂത്ത്, മുടിയേറ്റ്, കഥകളി, പാഠകം. ഏതാ ശരിയായ ഉത്തരം? വെട്ടത്തു സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് വെട്ടത്തു സമ്പ്രദായം? ഇന്നത്തെ തിരൂർ പ്രദേശമായ വെട്ടത്ത് നാട് ഭരിച്ചിരുന്ന വെട്ടത്ത് തമ്പുരാനാണ് കഥകളിയിൽ കാലോചിതമായ പരിഷ്കാരം വരുത്തിയവരിൽ ആദ്യത്തെയാൾ. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു കളിയോഗം ഉണ്ടായിരുന്നു. ഈ കളിയോഗം പല പ്രാവശ്യം തിരുവനന്തപുരം കോട്ടയ്ക്കകത്ത് രാമനാട്ടം കളികൾ അവതരിപ്പിച്ചിരുന്നു. ഈ അവസരത്തിലാണ് വെട്ടത്ത് തമ്പുരാന്റെ പരിഷ്കാരങ്ങൾ പലതും പ്രയോഗിച്ചത്. അതുകൊണ്ട് വെട്ടത്ത് സമ്പ്രദായത്തെ കോട്ടമട്ട്, എന്താണ്, കോട്ടമട്ട് എന്നും വിളിച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടത്തു സമ്പ്രദായത്തിന്റെ മറ്റൊരു പേരാണ് കോട്ടമട്ട്. ഈ കളിയോഗത്തിലെ ആശാനും ആദ്യവസാന വേഷക്കാരനുമായ ശങ്കരൻ നായരും തമ്പുരാനുമാണ് ഇതിന് മുൻകൈയെടുത്തത്. പ്രധാന പരിഷ്കാരങ്ങൾ, വെട്ടത്തു സമ്പ്രദായത്തിന്റെ പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? രാമനാട്ടത്തിൽ നിന്ന് കഥകളി, അല്ലെ, കഥകളി വികസിക്കുന്നതിന്റെ നാഴികക്കല്ലിൽ ഒന്നായിട്ട് വെട്ടത്തു സമ്പ്രദായത്തെ പരിഗണിക്കാവുന്നതാണ്. പ്രധാന പരിഷ്കാരങ്ങൾ നോക്കിക്കേ. മുഖത്ത് മനയോല തേക്കുക, കിരീടം, കുപ്പായം എന്നിവ ആകർഷണീയമാക്കുക, മേളക്കൊഴുപ്പിന് വേണ്ടി ചെണ്ട ഉപയോഗിക്കുക എന്നിവയായിരുന്നു വെട്ടത്തു സമ്പ്രദായം കൊണ്ടുവന്ന കഥകളി പരിഷ്കാരങ്ങൾ. നീല മനയോലയിൽ മഞ്ഞൾ ചേർത്ത് ഇളം പച്ചയാക്കുക, കൂടിയാട്ടത്തിൽ ചാക്യാർ ഉപയോഗിച്ച മുദ്രകൾ മുഖത്തിന് നേരെ അല്പം ഉയർത്തിപ്പിടിച്ച് അഭിനയിക്കുക, നടന്മാർ പാടുന്നതിന് പകരം വേറെ പാട്ടുകാരെ വയ്ക്കുക, അസുരന്മാർക്കും വാനരന്മാർക്കുമുള്ള മുഖം മൂടി മാറ്റി മുഖത്ത് തേക്കുക, കണ്ണെഴുതി ചുണ്ടപ്പൂവിട്ട് കണ്ണ് ചുവപ്പിക്കുക, മഹർഷിമാർ, ബ്രാഹ്മണർ എന്നിവർക്കൊഴിച്ച് ഉത്തരീയം അഥവാ മേൽമുണ്ട് ഉപയോഗിക്കുക, തിരനോട്ടവും പുറപ്പാടും ഏർപ്പെടുത്തുക എന്നിവയൊക്കെ വെട്ടത്തു സമ്പ്രദായത്തിന്റെ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതെല്ലാം ചേർത്ത ശേഷമാണ് രാമനാട്ടം കഥകളി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ കഥകളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്ര പ്രധാനപ്പെട്ടതാണ് വെട്ടത്തു സമ്പ്രദായം എന്ന് അറിഞ്ഞു വയ്ക്കുക. മറ്റൊരു സമ്പ്രദായം, ഇതുപോലെ കഥകളി പരിഷ്കാരം പിന്നീടും ഉണ്ടായിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട സമ്പ്രദായം കല്ലടിക്കോടൻ സമ്പ്രദായമാണ്. കൊച്ചി തമ്പുരാന്റെ കഥകളി യോഗത്തിലെ പ്രശസ്ത നടനും ആദ്യവസാന വേഷക്കാരനുമായ വെള്ളാട്ട് ചാത്തുക്കുട്ടി പണിക്കരും കലാമർമ്മജ്ഞനും കവിയുമായിരുന്ന കോട്ടയത്ത് തമ്പുരാനും ചേർന്ന് ആവിഷ്കരിച്ച ചടങ്ങുകളും ചിട്ടകളുമാണ് കല്ലടിക്കോടൻ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്.
വെട്ടത്ത് സമ്പ്രദായം കലാശ സമൃദ്ധവും നൃത്തപ്രധാനവുമായിരുന്നു. എന്നാൽ കോട്ടയത്ത് തമ്പുരാനും വെള്ളാട്ട് ചാത്തുക്കുട്ടി പണിക്കരും കൂടിയാണ് സാത്വികാഭിനയത്തിന് പ്രാധാന്യം കൽപ്പിച്ചത്. സാത്വികാഭിനയം കഥകളിയിലേക്ക് കടന്നു വരുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായത്തിലൂടെയാണ്. കഥകളിയിലെ അഭിനയം നാട്യശാസ്ത്രം അനുസരിച്ച് തന്നെ വേണം എന്ന നിർദ്ദേശം ഉണ്ടാകുന്നതും കല്ലടിക്കോടന്റെ കടന്നുവരവോടുകൂടിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ ചിട്ടകളും ചടങ്ങുകളുമാണ് കഥകളി പരിഷ്കാരത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. കോട്ടയത്ത് തമ്പുരാന്റെ മരണശേഷം ചാത്തുപ്പണിക്കർ കല്ലടിക്കോട്, പാലക്കാടുള്ള കല്ലടിക്കോട് ദേശത്ത് താമസിക്കുമ്പോഴാണ് ശിഷ്യരെ ഈ പരിഷ്കാരങ്ങൾ അനുസരിച്ച് കഥകളി അഭ്യസിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ രീതിക്ക് കല്ലടിക്കോടൻ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥകളി സമ്പ്രദായം കപ്ലിങ്ങാടൻ സമ്പ്രദായം. തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാജാവ് 1758 സ്ഥാനാരോഹണം ചെയ്തു. ഇദ്ദേഹം സംഗീത സാഹിത്യാദി കലകളിൽ പണ്ഡിതനായിരുന്നു. അദ്ദേഹം തലപ്പള്ളി താലൂക്കിൽ നെടുമ്പുര ഗ്രാമത്തിലെ കപ്ലിങ്ങാട്ടില്ലത്തിലെ നാരായണൻ നമ്പൂതിരിയും കൂടി കഥകളിയിൽ വരുത്തിയ പരിഷ്കാരങ്ങളാണ് കപ്ലിങ്ങാടൻ സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാട്ടും മേളവും സന്ദർഭത്തിന് ചേർന്ന നൃത്തവും എല്ലാം കൂടി രസാവിഷ്കാരണ ലക്ഷ്യത്തിൽ സമന്വയിപ്പിച്ച് കഥകളിയെ ഹൃദയഹാരിയായ ഒരു നാട്യകല എന്ന നിലയിലേക്ക് ഉയർത്തുന്നതിൽ കാപ്ലിങ്ങാട്ട് നമ്പൂതിരിയുടെ സംഭാവന വളരെ വലുതാണ്. ഒരു സമ്പ്രദായം കൂടി വളരെ പ്രധാനപ്പെട്ടത് കല്ലുവഴിച്ചിട്ട. വെള്ളിനേഴിയിൽ നിന്ന് കിഴക്കുഭാഗത്തുള്ള കല്ലുവഴി എന്ന സ്ഥലത്ത് AD 1850 55 ഇടയ്ക്ക് ഒളപ്പമണ്ണ വലിയ നമ്പൂതിരിയും കൂതന്നൂർ ശങ്കരപ്പണിക്കരും കരുമാനശ്ശേരി കൃഷ്ണൻകുട്ടി ഭാഗവതരും കൂടി രൂപപ്പെടുത്തിയ കഥകളി ശൈലി പിൽക്കാലത്ത് അറിയപ്പെട്ടത് കല്ലുവഴിച്ചിട്ട എന്ന പേരിലാണ്. ഇതിൽ അവർ ആവിഷ്കരിച്ച പ്രധാന വ്യതിയാനങ്ങൾ മുദ്ര കാണിക്കുമ്പോഴുള്ള ചലനങ്ങളിലാണ്. പ്രത്യേകിച്ചും സ്ത്രീ പുരുഷ വേഷങ്ങളിൽ മുദ്ര കാണിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന വ്യത്യാസം ഇല്ലാതാക്കി എന്നതും കല്ലുവഴിച്ചിട്ടയുടെ പ്രധാന പരിഷ്കാരങ്ങളിൽ ഒന്നാണ്. അപ്പോ കഥകളിയുടെ പ്രധാനപ്പെട്ട കഥകളി സമ്പ്രദായങ്ങളെ കുറിച്ചൊരു ധാരണ കിട്ടി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതായിരുന്നു, 55ാമത്തെ ചോദ്യം ഇതായിരുന്നു, മഹാകവി P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? എത്ര തവണ ക്ലാസ്സിൽ ആവർത്തിച്ചിരിക്കുന്നു ഈ കൃതിയിലെ വരികൾ, ഇത് രചിച്ചിട്ടുള്ള വ്യക്തി, ഇതിൽ പരാമൃഷ്ടനായിരിക്കുന്ന വ്യക്തി, അല്ലെ? എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ കവിത എഴുതിയത്? സംക്രമണം തുടങ്ങിയ കവിതകൾ എഴുതിയ ആറ്റൂർ രവിവർമ്മ മലയാളത്തിന് സമ്മാനിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കവിതയാണ് മേഘരൂപൻ. എന്താണ് അതിന്റെ പ്രാധാന്യം? മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ ജീവിതമാണ് അതിൽ പ്രമേയമായിരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷനുകളിലേക്ക് നോക്കേണ്ട ആവശ്യം പോലുമില്ല, നമ്മളത് അത്രയും തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ആറ്റൂർ രവിവർമ്മയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. സ്കൂൾ പാഠപുസ്തകത്തിൽ ഇത് പഠിക്കാനുള്ളതുമാണ്. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ മേഘരൂപൻ പഠിക്കാനുമുണ്ട്. നമുക്ക് P കുഞ്ഞിരാമൻ നായരെയും ആറ്റൂരിനെയും ഒന്ന് കാണണ്ടേ? ദാ ഇദ്ദേഹമാണ് P കുഞ്ഞിരാമൻ നായർ. ഇതാണ് P കുഞ്ഞിരാമൻ നായരെ കുറിച്ച് കവിത എഴുതിയ ആറ്റൂർ രവിവർമ്മ. അപ്പൊ P കുഞ്ഞിരാമൻ നായരുടെ കാവ്യ വ്യക്തിത്വത്തെ അവതരിപ്പിക്കുന്ന മേഘരൂപൻ എന്ന കവിത രചിച്ചത് ആറ്റൂർ രവിവർമ്മയാണ്. ഇത് സിനിമയാക്കിയിട്ടുണ്ട് ഇവൻ മേഘരൂപൻ എന്ന പേരിൽ. നാടക നടനും സിനിമാ നടനും ഒക്കെയായ P ബാലചന്ദ്രനാണ് സിനിമ സംവിധാനം ചെയ്തത്. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രകാശ് ബാരയാണ്. നമുക്ക് കവിതയിലേക്ക് വരാം. നോക്കിക്കേ, സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാളും ആർദ്രത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം അങ്ങനെ നിനക്കെഴുതുവാൻ പൂഴി വിരിപ്പു ഭാരതപ്പുഴ നിനക്ക് കാണുവാൻ മാനം നീർത്തുന്നു വർണ്ണപുസ്തകം നിനക്കു മഞ്ഞക്കുപ്പായം തുന്നുന്നു തിരുവാതിര പഠിക്കൽ വന്നു കൂകുന്നു പട്ടണി പൊന്നുഷസ്സുകൾ ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞപാതകൾ വിട്ടുനീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തു മേയുന്ന വേളയിൽ പൊൻകോലം കേറ്റുവാൻ കുമ്പിട്ടിയിലല്ലോ നിൻ മസ്തകം ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടിയിലല്ലോ പദങ്ങളും ഉന്നം തെറ്റാതെ തോക്കിന്നുമായില്ല നിന്നെ വീഴ്ത്തുവാൻ കേമന്മാര് ഓമനിച്ചാലും ചെവിവട്ടം പിടിച്ചു നീ ഇന്ന മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ അണുതൂളി പ്രസാരത്തിൻ അവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിന്റെ കയങ്ങളിൽ നീ കൃഷ്ണശില തൻ താളം വിണ്ണിലോലുന്ന നീലിമ
ആഴിതൻ നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണ്ണത, അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം. ഇങ്ങനെയാണ് ആ കവിത അവസാനിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് വരും പരീക്ഷകളിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. കവിതയുടെ പേര് മേഘരൂപൻ. പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് സഹ്യനേക്കാൾ തലപ്പൊക്കം നിളയേക്കാൾ ആർദ്രത, ഏത് കൃതിയിലെ വരികൾ, ഏത് കവിയാണ് ഇവിടെ പരാമൃഷ്ടനായിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അവസാനത്തെ 4 വരിയും. അന്ധർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം, എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മേഘരൂപൻ എന്ന കാവ്യം അവസാനിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. 58ാമത്തെ ചോദ്യം. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സമീപകാലത്ത് നടന്ന പരീക്ഷകളിൽ ബാലസാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ബാലസാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് പ്രിയ AS-നാണ്. പ്രിയ AS-ന്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം? നമുക്ക് ആ പുസ്തകം ഒന്ന് കാണാം. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി രചിച്ചത് പ്രിയ AS. അതിനാണ് 2023 ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം പ്രിയ AS-നും മുമ്പ് മറ്റൊരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്റെ നാട്ടുകാരി കൂടിയായ പ്രിയ AS ആണ്. അപ്പോൾ മികച്ച പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും പ്രിയ AS-ന് ലഭിച്ചിട്ടുണ്ട് കുഞ്ഞുകാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്ന കൃതിയിലൂടെ. അരുന്ധതി റോയ്ക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സിന്റെ മലയാള പരിഭാഷ കൂടിയാണ് പ്രസ്തുത കൃതി. അപ്പോ യുവ സാഹിത്യ പുരസ്കാരം ഗണേഷ് പുത്തൂരിനാണ് ലഭിച്ചത്. 50,000 രൂപയും ശിലാഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രിയ AS-ന്റെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. 2018 പ്രളയം പശ്ചാത്തലമാക്കി രചിച്ച നോവലിന് മികച്ച ബാലസാഹിത്യ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഇപ്പോൾ പെരുമഴയത്തെ കുഞ്ഞിതളുകൾക്ക് സ്വന്തം. പിന്നെ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ണി അമ്മയ്യമ്പലത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട്, കൃതിയുടെ പേരെന്താ? അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലാണ് ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹമായത്. വരുന്ന പരീക്ഷകളിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രചിച്ച വ്യക്തിയുടെ പേര് ഉണ്ണി അമ്മയമ്പലം എന്നാണ്. കൃതിയുടെ പേര് അൽഗോരിതങ്ങളുടെ നാട് എന്നാണ്. 2024 ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് അൽഗോരിതങ്ങളുടെ നാട് എന്ന കൃതിക്കാണ്. ഇനി നമുക്ക് മലയാളത്തിലെ 10 ചോദ്യങ്ങളിലേക്ക് കടക്കാം. എത്രമാത്രം എളുപ്പമായിരുന്നു എന്ന കാര്യം കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ക്ലാസ്സിൽ അങ്ങനെ തന്നെ അല്ലെ, നമ്മള് ആ ഉദാഹരണം നൽകി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. ഏതാണ് ശരിയായ വാക്യം? എല്ലാവർക്കും അറിയാം, പഠിക്കുന്നതിനും കളിക്കുന്നതിനും, അല്ലെങ്കിലോ പഠിക്കുവാനും കളിക്കുവാനും എന്നാണ് ചേർക്കേണ്ടത് അല്ലെ. അങ്ങനെ ശരിയായി പ്രയോഗിച്ചിട്ടുള്ളത് എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഇത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സ്ലൈഡ് ഞാൻ ഇവിടെ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തുകയാണ്. നോക്കിക്കേ, നമ്മൾ ഒരിക്കൽ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ചർച്ചയ്ക്കെടുത്ത സ്ലൈഡാണ് ഇത്. രാമു ആദ്യവും പിന്നീട് രാജുവും വന്നു ചേർന്നു. ഇത് തെറ്റായ പ്രയോഗമാണ്. ശരിയായ പ്രയോഗം ആദ്യം രാമുവും പിന്നീട് രാജുവും വന്നു ചേർന്നു എന്നുള്ളതാണ്. അടുത്തത് നോക്കിക്കേ, ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യം അങ്ങനെ തന്നെ വന്നത് നോക്കിക്കേ. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. തെറ്റ്. ശരി ഏതാണ്? കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള, അല്ലെങ്കിലോ പഠിക്കാനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കണ്ടോ, ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യം അങ്ങനെ തന്നെയാണ് പരീക്ഷയിൽ ചോദിച്ചത്. പിന്നെ
വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. പാടുന്നത് അവൾക്കും കൂടി കേൾക്കാം. എന്ന ശബ്ദം വരുമ്പോ കൂടെ എന്ത് വേണ്ട? കൂടി എന്ന വാക്ക് വേണ്ട. അപ്പൊ എന്തു പറഞ്ഞാൽ മതി? ഒന്നുകിൽ പാടുന്നത് അവൾക്കും കേൾക്കാം എന്ന് മാത്രമേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ മറ്റൊരു വാക്യം നോക്കിക്കേ, ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി, എന്നാൽ കിഷോറിന് മാത്രം ഇഷ്ടമായില്ല. അവിടെ എന്നാൽ എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല. ബട്ട് എന്നുള്ള അർത്ഥത്തിൽ അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഞങ്ങൾക്കെല്ലാം സിനിമ ഇഷ്ടമായി എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇഷ്ടമാകാത്ത ഒരാളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. അതുപോലെ മറ്റൊന്ന് നോക്കിക്കേ, ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി, അവസാനത്തേത് മാത്രം പൂർത്തിയാക്കിയില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്ത് വേണ്ട? പക്ഷേ വേണ്ട അല്ലെ. ആദ്യം എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതി എന്ന് പറയുന്നതിൽ എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് അവിടെ ബട്ട് എന്നർത്ഥം വരുന്ന പക്ഷേ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം കാണികൾ ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് അതിനുശേഷം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം എന്ന് വന്നപ്പോ എന്നിട്ട് എന്ന വാക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നിട്ട് എന്ന വാക്ക് അവിടെ ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ഈ പറയുന്ന വാക്യങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. പക്ഷേ ഈ തെറ്റുകൾ പരീക്ഷയിൽ ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92 ഇതായിരുന്നു. എത്ര തവണ ക്ലാസ്സിൽ നിങ്ങളോടുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് എനിക്ക് തന്നെ എണ്ണമില്ല. ദാ നോക്കിക്കേ, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? സ്വാമികൾ, അവർ, അവൻ, അത്. ഏതാ ശരിയായ ഉത്തരം? അല്ലെ, ഓപ്ഷൻ പോലും നോക്കാണ്ട് അല്ലെ, ആദ്യത്തെ ഓപ്ഷൻ സ്വാമികൾ എന്ന് കാണുമ്പോ തന്നെ നമ്മൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. ഏതാ? പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികളാണ്. എന്താണ് പൂജക ബഹുവചനം? പൂജയ്ക്ക് വേണ്ടി, അതായത് ബഹുമാനത്തിന് വേണ്ടി ഏകവചനത്തിൽ ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. രൂപം കൊണ്ട് അല്ലെ, അവിടെ ബഹുവചന പ്രത്യയം ചേർക്കുന്നുണ്ടെങ്കിലും ഇത് എന്തായിരിക്കും? അർത്ഥം കൊണ്ട് ഏകവചനമായിരിക്കും. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വാക്കുകൾ ഓർക്കുന്നുണ്ടോ? വൈദ്യർ, ഭാഗവതർ, ഗുരുക്കൾ, തമ്പ്രാക്കൾ, സ്വാമികൾ, ജ്യോത്സ്യർ, പത്രാധിപർ, അവർകൾ, ന്യായാധിപർ, വാദ്യാർ, ആചാര്യർ, തിരുവടികൾ, ശാസ്ത്രികൾ, പണിക്കർ, മാരാർ തുടങ്ങി ഒരുപാട് വാക്കുകൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷയ്ക്ക് അത് ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട്. കണ്ണൂർ, കൊല്ലം ജില്ലയിലെ LDC പരീക്ഷയിലും അത് അങ്ങനെ തന്നെ ചോദിക്കുകയുണ്ടായി. ഓർക്കുന്നുണ്ടല്ലോ? മറ്റൊരു ചോദ്യം നോക്കിക്കേ, 93ാമത്തെ ചോദ്യം പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒന്ന്. വേദത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ശരിയായ ഒറ്റപ്പദം ഏത്? വൈദികം, വേദത്വം, വേദി, വേദപം. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വൈദികം അല്ലെ. അതിനും ഈ പറഞ്ഞതുപോലെ ഓപ്ഷന്റെ ആവശ്യം പോലും നമുക്കുണ്ടായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഓർക്കുന്നുണ്ടോ? ദാ നോക്കിക്കേ, ഔപചാരികം, ഉപചാരം അനുസരിച്ചുള്ള എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താ? ഔപചാരികം. പിതാവിനെ സംബന്ധിച്ചത് പൈതൃകം. മൂന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നേ നോക്കിക്കേ, വേദത്തെ സംബന്ധിച്ചത് വൈദികം. ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അതുപോലെ വ്യക്തിയെ സംബന്ധിച്ചത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം വ്യക്തിപരം, വ്യക്തിഗതം. ഇതിനെ രണ്ടിനേക്കാളും മികച്ച പ്രയോഗം ഏതാണ്? വൈയക്തികം എന്നതാണ് കേട്ടോ. പേഴ്സണൽ എന്നുള്ളതിന്റെ കൃത്യമായ മലയാളം വൈയക്തികമാണ്. ഭാര്യ മരിച്ചവൻ ഒറ്റപ്പദം വിധുരൻ. ഇതെന്തും കൂടിയാണ്? വിധവ എന്ന വാക്കിന്റെ പുല്ലിംഗ പദം കൂടിയാണ്. ഓർക്കുന്നുണ്ടല്ലോ? അർത്ഥത്തോട് കൂടിയത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം സാർത്ഥകം. സാർത്ഥകത്തിന്റെ വിപരീതമാണ് നിരർത്ഥകം. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതമായത്. അങ്ങനെയെങ്കിൽ രണ്ടാമതൊന്നില്ലാത്തത് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? അദ്വൈതമാണ്. അദ്വൈതം. 94ാമത്തെ ചോദ്യം ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം ഇവിടെ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നു. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? അക്ഷണികം, നശ്വരം, ശാശ്വതം, നൈമിഷികം. ഏതാ ശരിയായ ഉത്തരം? ക്ഷണികം എന്ന വാക്കിന്റെ വിപരീതം. പെട്ടെന്ന് നോക്കുമ്പോ അക്ഷണികമാണ് എന്ന് തോന്നാൻ സാധ്യത. പക്ഷേ അക്ഷണികം എന്നൊരു വാക്കില്ല. ക്ഷണികം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്നത് എന്നാണ് പ്രയോഗത്തിനർത്ഥം. അപ്പൊ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ശാശ്വതമാണ് കേട്ടോ. ശാശ്വതമാണ് ശരിയായ ഉത്തരം. ക്ഷണികം എന്ന് പറഞ്ഞാലും നൈമിഷികം എന്ന് പറഞ്ഞാലും വാക്കിന് ഒരേ അർത്ഥമാണ്. നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്നത് എന്നാണ് പ്രയോഗത്തിനർത്ഥം. നശ്വരം എന്ന് പറഞ്ഞാലോ ഇല്ലാതാകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. നാശമുള്ളത് നശ്വരം. അപ്പൊ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നശ്വരത്തിന്റെ വിപരീതമായിട്ട് ഏത് വാക്ക് പറയാം? അനശ്വരം എന്ന വാക്ക് പറയാം.
അടുത്ത ചോദ്യം കുറച്ച് വിപരീത പദങ്ങൾ ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില വിപരീത പദങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്തട്ടെ. സുലഭം എന്ന വാക്കിന്റെ വിപരീതം ദുർലഭമാണ്. സുലഭം ധാരാളമായി ലഭിക്കുന്നത്, റയർ ആയിട്ട് ലഭിക്കുന്നത് ദുർലഭം. സുസഹം സഹിക്കാനാകുന്നത്, സുസഹം സഹിക്കാനാകാത്തത് ദുസ്സഹം. സൂക്ഷ്മം എന്ന് പറഞ്ഞാല് അത്രമാത്രം ചെറുത് എന്നോ അല്ലെങ്കിൽ അത്രമാത്രം ശ്രദ്ധയോടുകൂടിയെന്നോ ഒക്കെ അർത്ഥം പറയാവുന്നതാണ്. സൂക്ഷ്മമായി പരിശോധിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. സ്ഥൂലം എന്ന് പറഞ്ഞാൽ വിശാലം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. സംഭരിക്കുക എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. കളക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ശ്ലാഘ്യം എന്ന് പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്നത്, ഗർഹ്യം വെറുക്കപ്പെടുന്നത്. വിരസം രസമില്ലാത്തത്, രസത്തോട് കൂടിയതാണ് സരസം. ബന്ധിക്കപ്പെട്ടവൻ ബദ്ധനാണ്, മോചിക്കപ്പെട്ടവനോ മുക്തനാണ്. മറന്നിട്ടില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ എളുപ്പമുള്ളതായിരുന്നു അടുത്ത ചോദ്യം. ക്ലാസ്സിൽ എത്രയോ ആവർത്തി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ചന്ദ്രിക കൗമുദി, തിങ്കൾ ഭാസ്കരൻ, നിശീധിനി രാവ്, താര താരകം. വളരെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. ചന്ദ്രികയും കൗമുദിയും എന്തിന്റെ പര്യായമാണ്? നിലാവിന്റെ തന്നെ പര്യായ പദമാണ്, നമുക്കറിയാവുന്നതാണ്. നോക്കിക്കേ, ജ്യോത്സ്ന എന്ന് പറഞ്ഞാലും ആര് തന്നെയാ? നിലാവ് തന്നെയാണ്. തിങ്കൾ ആരാണ്? ചന്ദ്രനാണ്. അപ്പൊ ഞായറോ? ഞായർ സൂര്യന്റെ പര്യായമാണ് കേട്ടോ, അറിയാമായിരിക്കുമല്ലോ. ഞായർ പടിയുന്ന ഇടം അല്ലെ, അതിന്റെ ഒറ്റപ്പദമാണ് എന്ത്? പടിഞ്ഞാറ് എന്നുള്ളത് അല്ലെ. ഞായർ പടിയുന്ന ഇടം പടിഞ്ഞാറ്. ഭാസ്കരൻ ആരാ? സൂര്യനാണ്. നിശീധിനിയും രാവും ആരുടെ പര്യായമാണ്? രാത്രിയുടെ പര്യായമാണ്. താര താരകം എന്നിവ നക്ഷത്രത്തിന്റെ പര്യായ പദമാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. എത്ര തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക, ഓപ്ഷൻ ബി അമ്പലത്തെ വിഴുങ്ങുക, ഓപ്ഷൻ സി അമ്പലം ചുറ്റുക, ഓപ്ഷൻ ഡി എല്ലാം നശിപ്പിക്കുക. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ ആ പ്രയോഗത്തിന് ക്ഷേത്രം ആയിട്ട്, അമ്പലമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഴുവൻ കൊള്ളയടിക്കുക, അമ്പലം വരെ വിഴുങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. മുഴുവൻ കൊള്ളയടിക്കുക എന്ന ശൈലിക്ക് അർത്ഥം അല്ലെ. അമ്പലം വിഴുങ്ങി, വിഗ്രഹത്തെ മാത്രമല്ല അമ്പലം തന്നെ വിഴുങ്ങുക എന്നാൽ പെരുങ്കള്ളനായിരിക്കും അല്ലെ. മുഴുവനായി വിഴുങ്ങുക അല്ലെങ്കിൽ കൊള്ളയടിക്കുക എന്ന അർത്ഥത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ അട്ടിപ്പേറ് എന്ന് പറഞ്ഞാൽ സ്വന്തവും ശാശ്വതവുമായത്, അതിനെയാണ് എന്ത് പറയുന്നത്? അട്ടിപ്പേറ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ശൈലി നോക്കിക്കേ, അടിക്കല്ല് മാന്തുക, അടിമുടി നശിപ്പിക്കുക അല്ലെങ്കിൽ വേരോടെ ഇല്ലാതാക്കുക എന്നാണ് ശൈലിക്കർത്ഥം. അതുപോലെ ഇലയിട്ട് ചവിട്ടുക, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക. കോവിൽ കാള അല്ലെങ്കിൽ അമ്പലക്കാള, എന്താ ശൈലിയുടെ അർത്ഥം? അമ്പലക്കാള എന്ന് പറഞ്ഞാല് തിന്നു കൊഴുത്ത് മറ്റു പണി ഒന്നും ചെയ്യാതെ അലസരായി നടക്കുന്നവരെ പരിഹസിക്കാനുള്ള പ്രയോഗമാണ് കോവിൽ കാള. എന്താണ് മുയൽക്കൊമ്പ് എന്ന ശൈലിയുടെ അർത്ഥം? ഇല്ലാത്ത വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുക. ഇല്ലാത്ത വസ്തുവാണ് മുയൽക്കൊമ്പ്. മുയലിന് കൊമ്പില്ലെന്ന് നമുക്കറിയാലോ. അതുപോലെ അടുത്ത ചോദ്യം നോക്കിക്കേ, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഏതാ? നിസ്സംശയം പറയാം ഭഗവത്ഗീത. കാരണം എന്താ? പിരിച്ചെഴുതുമ്പോ ഭഗവത് അധികം ഗീത നമുക്കറിയാവുന്നതാണ്. ചേർത്തെഴുതുമ്പോ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്തായി മാറും? മൃദുവായി മാറും. അങ്ങനെ താ എന്നുള്ളത് ദായായി ആദേശസന്ധിക്കുള്ള ഉദാഹരണമായിട്ട് മാറുന്നു. ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാകുമല്ലോ. അത്തരത്തിൽ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഒറ്റപ്പദങ്ങൾ നമുക്കൊന്ന് ഒറ്റപ്പദങ്ങളല്ല, പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഹൃത്ത് അധികം രോഗം ചേർത്തെഴുതുമ്പോ ഹൃദ്രോഗമാകും. ഹൃദ്രോഗം. രാ എന്നുള്ളത്, രാ എന്ന അക്ഷരം ഇവിടെ ചിഹ്നമായിട്ട് ഈ ചിഹ്നമായിട്ട് മാറുന്നു. താ എന്നുള്ള ഖരവർണം ദാ എന്ന മൃദുവായിട്ട് മാറുന്നു. ത്വഗ്രോഗം, ത്വക്കിന്റെ രോഗമാണ് അല്ലെ. ത്വക് അധികം രോഗം. നേരത്തെ പറഞ്ഞതുപോലെ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം മൃദുവാകുന്നു. ഒപ്പം തന്നെ രാ എന്ന ശബ്ദം ഇംഗി ചിഹ്നമായിട്ട് മാറുകയും ചെയ്യുന്നു. വാഗ്വാദം,
വാക്ക് അധികം വാദമാണ്. പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം മൃദുവായിട്ടുണ്ട്. ഒപ്പം തന്നെ വാ എന്ന അക്ഷരം ദ ഈ ചിഹ്നമായിട്ടാണ് സമസ്ത പദത്തിൽ കാണാനാകുക. ഷഡ്പദം പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം എന്തായി മാറി? മൃദുവായിട്ട് മാറുന്നു. വാക് അധികം മയം വാങ്മയം. ഇപ്പൊ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. പൂർവ്വപദത്തിന്റെ ഒടുവിൽ ക എന്ന ഖരവർണ്ണമല്ലേ, അപ്പൊ ഇവിടെ ങ്ങായല്ലല്ലോ ഗായല്ലേ വരേണ്ടത് എന്നൊരു സംശയം തോന്നാം. നമ്മൾ മറ്റൊരു നിയമം കൂടി പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാകുമല്ലോ. ഉത്തരപദത്തിന്റെ ആദിയിൽ അനുനാസികമാണ് വരുന്നതെങ്കിൽ ഏതൊക്കെ അനുനാസികം? ങ, ഞ, ണ, ന, മ ഈ 5 വർണ്ണങ്ങളെ ചേർത്ത് അനുനാസികങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ പറയുന്ന ഏതെങ്കിലും അക്ഷരമാണ് സന്ധി സംഭവിക്കുമ്പോൾ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നതെങ്കിൽ പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണം മൃദുവാകുകയല്ല, ആ വർഗത്തിലെ അനുനാസികമായി തീരുകയാണ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മുടെ റെക്കോർഡർ ക്ലാസ്സിലെ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പരിഗണിച്ചിട്ടുള്ള ഒരു പിരിച്ചെഴുത്ത് കൂടിയാണ് ഇത്. ഓർക്കുന്നുണ്ടാകുമല്ലോ. അതുപോലെ മറ്റൊന്ന് നോക്കിക്കേ, പൂർവ്വപദ ഷഡ് അധികം മുഖൻ എന്തായിരിക്കുന്നു? ഷൺമുഖനായിരിക്കുന്നു. ഇവിടെ സ്വാഭാവികമായിട്ടും ടായുടെ മൃദു എന്ന് പറയുന്നത് ഏതാ? ഡായാണ്. പക്ഷെ ഡാ വരാതിരിക്കാനുള്ള കാരണം എന്താ? ഇവിടെ മാ എന്ന അനുനാസികമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ടായെ കൂടി എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. ടായുടെ അനുനാസികം ഏതാ? ടാ ഠ ഡ ഡ ണ അല്ലെ? ടായുടെ അനുനാസികം നായാണ്. അങ്ങനെയാണ് ചേർത്തെഴുത്തിൽ എന്ത് കിട്ടിയത്? ഷൺമുഖൻ എന്ന് കിട്ടിയത്. മറ്റൊരു ഉദാഹരണം നോക്കിക്കേ, ആപത്ത് അധികം മിത്രം സമം ആപൻ മിത്രം. ഉത്തരപദത്തിന്റെ ആദിയിൽ മാ എന്ന അനുനാസികം വന്നിരിക്കുന്നു. അപ്പൊ താ എന്ന അക്ഷരം ചേർത്തെഴുതുമ്പോ എന്താകും? തായുടെ അനുനാസികം താ താ ധ ധ ന. കണ്ടോ? നാ വന്ന് ചേർത്തെഴുത്തിൽ അത് എന്തായി മാറിയിരിക്കുന്നു? ആപൻ മിത്രമായി മാറിയിരിക്കുന്നു. അതുപോലെ സത് അധികം മനസ്സ് ചേർത്തെഴുതുമ്പോ സന്മനസ്. പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ള താ എന്ന വർണ്ണം ഉത്തരപദത്തിന്റെ ആദിയിൽ മാ എന്ന അനുനാസികം വന്നതുകൊണ്ട് സമസ്ത പദത്തിൽ തകാരം നകാരമായി മാറിയിരിക്കുന്നു. ഓർക്കുന്നുണ്ടല്ലോ ഈ നിയമം? അപ്പോ വരുന്ന പരീക്ഷയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക്, അടുത്ത ചോദ്യത്തിലേക്ക്. ഓർക്കുന്നുണ്ടാകും, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലെ, എത്ര തവണ നമ്മൾ ആദേശസന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വിണ്ടലം അല്ലെ, വിണ്ണിന്റെ ഭൗമോപരിതലം, വിണ്ണിന്റെ തലം, അതാണ് വിണ്ടലം അല്ലെ. ക്ലാസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പൊ വിൺ അധികം തലം വിണ്ടലം. താ പോയി ടാ വന്നതുകൊണ്ട് അല്ലെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ വിൺ എന്ന പൂർവ്വപദം സമസ്ത പദത്തിൽ അങ്ങനെ തന്നെയുണ്ട്. ലം ഇവിടെയുണ്ട്. പിന്നെ എന്താ സംഭവിച്ചേ? താ പോയി ടാ വന്നിരിക്കുന്നു. ഏത് സന്ധി? ആദേശ സന്ധിയാണ് അല്ലെ. ഓർക്കുന്നുണ്ടാകുമല്ലോ. സന്ധികൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ. എന്താണ് ലോപസന്ധി? 2 വാക്കുകൾ കൂടിച്ചേരുമ്പോ ഒരക്ഷരം ഇല്ലാതായി പോയാൽ അത് ലോപസന്ധിയാണ്. കൊടുത്തു അധികമില്ല ചേർത്തെഴുതുമ്പോ കൊടുത്തില്ല. പൂർവ്വപദത്തിന്റെ ഒടുവിൽ കാണുന്നതാ ഈ ഊ എന്ന ചിഹ്നം സമസ്ത പദത്തിൽ ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധി. വരിക അധികം എടോ സമം വരികെടോ. ക എന്ന് പറഞ്ഞു നിർത്തുന്നിടത്ത് എന്തുണ്ട്? ആ എന്ന സ്വരാക്ഷരമുണ്ട്. ഈ അകാരം സമസ്ത പദത്തിൽ ലോപിച്ചു പോയത് കൊണ്ട് അത് ലോപസന്ധിയാണ്. തണുപ്പ് അധികം ഉണ്ട് സമം തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ഈ സമൃദ്ധോകാരം എന്ന ചന്ദ്രക്കല സമസ്ത പദത്തിൽ ലോപിച്ചു പോയത് കൊണ്ട് അത് ഏത് സന്ധി? ലോപസന്ധി. കാറ്റ് അധികം അടിക്കുന്നു സമം കാറ്റടിക്കുന്നു. നേരത്തെ പറഞ്ഞ ചന്ദ്രക്കല അഥവാ സമൃദ്ധോകാരം ലോപിച്ചു പോയത് കൊണ്ട് ലോപസന്ധിയാണ്. ആഗമസന്ധിക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം നോക്കാം. എന്താണ് ആഗമസന്ധി? പൂർവോത്തര പദങ്ങൾ തമ്മിൽ ചേർന്ന് സമസ്ത പദം ഉണ്ടാകുമ്പോൾ പുതിയൊരു വർണ്ണം ആഗമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഗമസന്ധി. തിരു അധികം അനന്തപുരം ചേർത്തെഴുതുമ്പോ തിരുവനന്തപുരം. അവിടെ വാ എന്ന അക്ഷരം വന്നിരിക്കുന്നു. അത് പൂർവ്വപദത്തിലോ ഉത്തരപദത്തിലോ ഇല്ലാത്തതാണ്. പക്ഷെ സമസ്ത പദത്തിലേക്ക് വന്നപ്പോ പുതിയൊരു അക്ഷരം വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടത് ആഗമസന്ധി. പന അധികം ഓല ചേർത്തെഴുതുമ്പോ പനയോല. യോല യാ വന്നിരിക്കുന്നു. യകാരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. കാട്ടി അധികം ഏൻ സമം കാട്ടിനേൻ. കണ്ടോ? നാ എന്ന ശബ്ദം ആഗമിച്ചത് കൊണ്ട് ഏത് സന്ധി? ആഗമസന്ധി. പോ അധികം ഉന്നു ചേർത്തെഴുത്തിൽ വകാരം ആഗമിച്ചത് കൊണ്ട് ഏത് സന്ധി? ആഗമസന്ധി. കിട്ടിയല്ലോ. അടുത്തത് ദ്വിത്വസന്ധി. പൂർവ്വപദത്തിന്റെ ഒടുവിലുള്ളതോ ഉത്തരപദത്തിന്റെ ആദിയിലുള്ളതോ ആയ വർണ്ണം
സമസ്ത പദത്തിൽ ഇരട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? ദ്വിത്വസന്ധി എന്ന് വിളിക്കാം. നിൻ അധികം എ, നിൻ അല്ലെ, ചില്ലക്ഷരമായതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അധികം എ ചേർത്ത് എഴുതിയപ്പോ എന്ത് സംഭവിച്ചു? നിന്നെ അല്ലെ. ഇത് എന്തെന്നാണ്? രണ്ട് ന ചേർന്നതാണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, നീ ന, ദേ നീയും ഉണ്ട്, നെ എന്ന ശബ്ദവുമുണ്ട്. പിന്നെ എ ദാ ഇവിടെ ചിഹ്നമായിട്ട് കിടപ്പുണ്ട്. പിന്നെന്ത് സംഭവിച്ചു? ഒരു നഗാരം ആഗമിച്ചിരിക്കുന്നു. ഇവിടെ ഉള്ള നഗാരം തന്നെയല്ലേ വീണ്ടും വന്നത്? ഇല്ലാത്തൊരു വർണ്ണം വരുമ്പോഴാണ് അതിനെ ആഗമസന്ധി എന്ന് വിളിക്കുന്നത്. ഉള്ള വർണ്ണം തന്നെ ആവർത്തിച്ചാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ദ്വിത്വസന്ധി എന്ന് വിളിക്കും. അങ്ങനെ ദ്വിത്വസന്ധിയും എന്ത് തന്നെയാണ്? ഒരു തരത്തിൽ ആഗമസന്ധി തന്നെയാണ്. പച്ച അധികം കല്ല്, പച്ചക്കല്ല്, കകാരം ഇരട്ടിച്ചത് കൊണ്ട് സന്ധി ദ്വിത്വസന്ധി കിട്ടിയല്ലോ. ഇനി പരീക്ഷകളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒന്നാണ് ആദേശസന്ധി കേട്ടോ. സന്ധിയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് ആദേശസന്ധിയാണ്. സന്ധിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നിന് സവർണനം വഴി മറ്റൊരു വർണ്ണം പകരം വരുന്നത് ആദേശസന്ധി. വിൺ അധികം തലം, വിണ്ടലം, താ പോയി ടാ വന്നതുകൊണ്ട് ആദേശസന്ധിയാണ്. നെൽ അധികം മണി, ഇവിടുത്തെ ലകാരം പോയിട്ട് ചേർത്തെഴുതുമ്പോ എന്തു വരും? നെന്മണി എന്ന് വരും. ഏത് സന്ധിക്ക് ഉദാഹരണം? ആദേശസന്ധിക്ക് ഉദാഹരണം. എന്തുകൊണ്ടാ ഇത്രയും സ്പീഡിൽ പറഞ്ഞു പോയേ? നമ്മൾ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവർത്തിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തിരി സ്പീഡില് പറഞ്ഞു പോയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള ചോദ്യം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്? അതായത് തലവേദന എന്ന വാക്കിനെ ഘടക പദങ്ങളാക്കുക അല്ലെങ്കിൽ വിഗ്രഹിക്കുക, അതാണ് ചോദ്യം. തലവേദന തലയുടെ വേദനയാണോ? തലയും വേദനയുമാണോ? തലയിലെ വേദനയാണോ? തലയ്ക്കുള്ള വേദനയാണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, തലയിലെ വേദന. തലവേദന തലയിലെ വേദനയാണ് ശരിയായ പ്രയോഗം. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എടുത്തിട്ടുള്ള ചില ഘടകപദങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. കർഷക ഗൃഹം എങ്ങനെ വിഗ്രഹിക്കണം? കർഷകന്റെ ഗൃഹം. അഞ്ചാറ്, അഞ്ചോ ആറോ. കരുണാർദ്രം, കരുണയാൽ ആർദ്രം. സ്ഥിരതാമസം, സ്ഥിരമായ താമസം. ചരാചരങ്ങൾ, ചരവും അചരവും. അചരം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്, ചരം ജീവനുള്ളത്. കല്യാണവേഷം, കല്യാണത്തിനുള്ള വേഷം. മഴബന്ധു, മഴയാകുന്ന ബന്ധു. സൂര്യന്റെ ഒരു പര്യായം ലോകബന്ധു എന്നാണ് കേട്ടോ. വള്ളത്തോളിന്റെ കവിത അറിയായിരിക്കുമല്ലോ. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ, ആകാശപ്പൊയ്കയിൽ പുതുതാകുമല ഇളകട്ടെ, ലോകബന്ധു ഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ. അവിടെ ലോകബന്ധു സൂര്യനാണ്. അപ്പൊ മഴബന്ധു മഴയാകുന്ന ബന്ധു. അപ്പൊ ലോകബന്ധു ലോകമാകുന്ന ബന്ധുവാണോ? അല്ല, ലോകത്തിന്റെ ബന്ധുവാണ് ലോകബന്ധു കേട്ടോ. കണ്ണീർ മഴ, കണ്ണീരാകുന്ന മഴ. സ്നേഹശാഠ്യം, സ്നേഹത്താൽ ശാഠ്യം. ആനന്ദക്കടൽ, ആനന്ദത്തിന്റെ കടൽ. സ്നേഹപ്പൊരുൾ, സ്നേഹത്തിന്റെ പൊരുൾ. കിട്ടിയല്ലോ. വേഷഭൂഷാദികൾ, വേഷം ഭൂഷ ആദിയായവ. വേഷം വസ്ത്രവും, ഭൂഷ അലങ്കാരം അതായത് ആഭരണവുമാണ്. മിഥ്യാശില്പം, മിഥ്യയാകുന്ന ശില്പം. കാലഗതി, കാലത്തിന്റെ ഗതി എന്ന് വേണം വിഗ്രഹിക്കാൻ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ മറ്റൊന്നാണ് അവസാനത്തെ ചോദ്യമായിട്ട് ചോദിച്ചത്. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? കാഞ്ചനം, മാലേയം, കോടീരം, ഗോരോചനം. അല്ലെ, ഓപ്ഷനേ വേണ്ട നമുക്ക്. ചന്ദനം, ഗന്ധസാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാലേയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? കളഭം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മാലേയം എന്ന് പറഞ്ഞാൽ ചന്ദനമാണെന്നും പ്രാലേയം എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ് വാക്കിനർത്ഥമെന്നും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ചന്ദനത്തിന്റെ സമാന പദം ഏതാണ്? മാലേയമാണ്. നോക്കിക്കേ, മലയജം, മാലേയം, ഗന്ധസാരം, കളഭം, പാടീരം, ഇതൊക്കെ എന്താണ്? ചന്ദനത്തിന്റെ പര്യായമാണ്. ഓപ്ഷൻ എ കാഞ്ചനമായിരുന്നു അല്ലെ. കാഞ്ചനം എന്താണ്? സ്വർണത്തിന്റെ പര്യായമാണ്. കനകം, കാഞ്ചനം, ഹേമം, ഹിരണ്യം, ചാമീകരം, ഇതൊക്കെ സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ്. എന്താണ് കോടീരം? തലമുടിക്കെട്ട് അല്ലെ. തല ഇങ്ങനെ കെട്ട് കെട്ടി വയ്ക്കുന്നതിനെ നമ്മളിപ്പോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ അമ്മച്ചിക്കെട്ട് എന്ന് പറയാറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? കോടീരം എന്ന് പറയുന്നത്. പിന്നെ കിരീടത്തിന്റെ പര്യായമായിട്ടും കോടീരം എന്ന വാക്ക് ഉപയോഗിക്കുന്നു. എന്താണ് ഗോരോചനം?
പശുവിന്റെയോ കാളയുടെയോ കുടലിൽ കാണപ്പെടുന്ന കല്ലിനെയാണ് എന്ത് വിളിക്കുന്നത്? ഗോരോചനം എന്ന് വിളിക്കുന്നത്. ഇത് മനുഷ്യർക്കുള്ള പല അസുഖങ്ങൾക്കുള്ള ഔഷധമായിട്ടും ഗോരോചനം ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ ഇങ്ങനെയായിരുന്നു കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ നടന്ന LDC പരീക്ഷയിലെ മലയാളത്തിന്റെ ചോദ്യങ്ങൾ. നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വരും നാളുകളിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊരു ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുമായിരുന്നു എന്ന കാര്യവും കമന്റ് ചെയ്യണം. പിന്നെ എൻട്രി ആപ്പിലെ ഞാൻ എടുക്കുന്ന മലയാളം ക്ലാസ് നിങ്ങൾക്ക് പരീക്ഷകളിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന കാര്യം കൂടി കമന്റ് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. അതായത് ഈ വീഡിയോയുടെ കമന്റിൽ ഒരു കാര്യം പിൻ ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നത് എന്നതിന്റെ വിവരം ആ ഫോമിൽ ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായ ഡാറ്റകൾ, നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യങ്ങൾ, ഡിഗ്രി ലെവല്, +2 ലെവല്, 10th ലെവല്, ഇങ്ങനെ ഓരോ പരീക്ഷയ്ക്കും ഓരോ ലെവലിലാണ് അല്ലെ ചോദ്യം ചോദിക്കുക. അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചോദ്യങ്ങൾ കാണാനും വീഡിയോസ് കാണാനും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എൻട്രി പുതിയൊരു പരിഷ്കാരം കൂടെ വരുത്തിയിട്ടുണ്ട്. അതാണ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം, ആ ഒരു ഫോം കേട്ടോ. അതപ്പോ പൂരിപ്പിക്കാനായിട്ട് മറക്കരുത്. പിന്നെ എൻട്രി ആപ്പ് നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എല്ലാ നോട്ടിഫിക്കേഷനുകളും ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വിജയങ്ങളെല്ലാം തന്നെ എൻട്രിയോടൊപ്പം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്ന പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനിരിക്കുന്നവർക്കും അഭിനന്ദനം മുൻകൂറായി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.